അറിയണ്ടായല്ലോ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെന്താ സംഭവം ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ഞാനൊരു ലൈൻ ആർട്ട് അല്ലെങ്കിൽ സെൻറ്റാങ്കിൾ ആർട്ട് അല്ല ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഗപ്പി മീനെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഗപ്പി മീനിൻ്റെ ഒരു ലൈൻ ആർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പല വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ലൈൻ ആർട്ട് അല്ലെങ്കിൽ ഈ സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഒന്ന് റിലാക്സ് ആകുന്നു, ഒരു റിലീഫ് കിട്ടുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പല വീഡിയോസിൻ്റെ കണ്ടിട്ട് ഞാനും ഒന്ന് ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അത്രയ്ക്ക് മൂഡ് ഓക്കെ അല്ലാതിരുന്ന സമയത്താണ് ഞാനിത് ചെയ്യാനായിട്ടിരുന്നത്. അത്രയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടെ ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈമിലാണ് ഞാൻ ഓർത്തത് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി എന്തായാലും മൈൻഡൊന്ന് മാറണമല്ലോ, ആ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കാതെ അതിൽ നിന്നൊന്ന് ഡൈവേർട്ടായി വേറൊരു വിഷയത്തിലോട്ട് മാറ്റണമല്ലോ, മൈൻഡിനെ ഒന്ന് ഓക്കെ ആക്കണമല്ലോ എന്ന് ഓർത്തെന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഡ്രോയിങ്ങും. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്കത് ഒരുപാട് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെയ്യാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത, പിന്നെ നമ്മൾ ഇത് ഈ ലൈൻസ് ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാമായ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി വന്നത്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം. അപ്പം നമ്മൾ അത്രയ്ക്ക് ഓക്കെ അല്ല എന്നും പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഓക്കെ ആവുക അങ്ങനെയല്ല, നമ്മുടെ മൈൻഡ് കുറേ നേരത്തേക്കിനെങ്കിൽ കുറേ നേരത്തേക്കിന് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന വിഷയത്തിൽ നിന്നൊന്ന് നമുക്കൊന്ന് ഒന്ന് പുറത്ത് പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ഫീൽ ചെയ്തു. ഞാൻ ഇതൊന്ന് ചെയ്യുന്നിടം വരെ ഞാൻ ആ സ്റ്റക്കായി നിന്ന വിഷയത്തെ എല്ലാം എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. അതിനെപ്പറ്റി ഞാൻ ഒന്നുമേ ചിന്തിക്കുന്നില്ല. അതിനു മുമ്പ് വരെയും ഞാൻ ആ ഒരു വിഷയത്തെപ്പറ്റി കുറേ ചിന്തിക്കുന്നു, ആകെപ്പാടെ കരയുന്നു, സങ്കടപ്പെടുന്നു. അങ്ങനെ ആകെപ്പാടെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി അങ്ങേ അറ്റം എത്തിയ ഒരു ടൈമിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ചിന്ത വരുന്നില്ല. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതെങ്ങനായിരിക്കും, അടിപൊളിയായിരിക്കും, ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഞാൻ വീഡിയോ പറയുന്നതുപോലെ നമ്മൾ കുറേ റിലാക്സ് ആകുന്നുണ്ട്, നമ്മളൊന്ന് കാം ആവുന്നുണ്ട്, നമുക്കിടെ ആ ഒരു സ്ട്രെസ് ഒന്ന് കുറഞ്ഞ് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ CD മാർക്കർ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ സ്പ്രെഡ് ആവുന്നുണ്ട്, കളർ നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇതിനൊക്കെ പ്രത്യേകം എന്തോ പേനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ നമ്മുടെ ഇതിലൊന്നുമില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന CD മാർക്കറാണ്, അത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു മിനി നോട്ട്ബുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുക്കിൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ഡ്രോയിങ്ങുമാണ് ഇത്. അപ്പോൾ ഇനിയും ഇതുപോലെ സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ ഞാൻ ചെയ്ത് പുറകാലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഓക്കെയാണ്, ആ ഒരു വിഷയത്തിൽ നിന്നൊക്കെ തെന്നിമാറി ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാനിനി നല്ല നല്ല ഡ്രോയിങ്ങുകൾ കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കാണണ്ടേ എന്താണെന്നുള്ള ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് കാണണ്ടേ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു രാത്രി ഞാൻ 1 മണി 2 മണി ആ ഒരു ടൈമിലൊക്കെ ഒരു ഡ്രോയിങ്ങാണ്. ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ അപ്പോൾ ഉറങ്ങുക പോലും ചെയ്തത്. മീൻസ് അത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വിഷയങ്ങൾ